എത്ര പേരെ വഴിതെറ്റിക്കുന്നു. പുള്ളിയുടെ അടുത്ത് വന്ന ഒരു പെണ്ണ്, അവക്ക് പുള്ളിയുടെ കാമം തോന്നി, ലൈംഗികമായിട്ട് ഇയാളോട് കാമം തോന്നി പുള്ളി കൗൺസിലിങ്ങിന്റെ ഭാഗത്ത്. അപ്പൊ പുള്ളി അതിനെ നിരാകരിച്ച് അവള് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. കാരണം ഇവളുടെ ചരിത്രത്തിലുള്ള ആവശ്യങ്ങൾ നടക്കണം, അതാണ്. എന്നാലേ അവൾ ജീവിക്കത്തുള്ളൂ, മുന്നോട്ട് പോകത്തുള്ളൂ. ഒരു സ്ഥലത്ത് മനസ്സിലാക്കുന്ന ആരുമില്ല. അങ്ങനെ അവളെ ഇയാളുടെ അടുത്ത് കൊണ്ടുവന്നു. ഇയാൾ കൗൺസിലിംഗ് ആളാണ്, മനസ്സിലായി. അപ്പൊ ഇയാൾ മറ്റേ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പേരും പറഞ്ഞു. പക്ഷെ അവളൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ വെച്ച് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ അവള് ജീവിച്ചിരുന്നേനോ, മനസ്സിലായോ? എന്നിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ ഒരു അപകടവും ഇല്ല, ഒരു അപകടവും ഇല്ല, മനസ്സിലായോ? ആരോടാണ് തുറന്നു പറയേണ്ടത്? ആരോടെങ്കിലും ഒരാളോട് തുറന്നു പറയണ്ടേ? ആരോടും പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമല്ലേ? ആരോടും തുറന്നു പറയാൻ പറ്റത്തില്ല, ശരിയാണ്. പക്ഷെ ഞാൻ തുറന്നു പറഞ്ഞതാണ്. ഞാൻ അഭിമുഖിച്ച് കുറെ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾ വേണം. അത് എല്ലാം എല്ലാവരോടും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം, ചില കാര്യങ്ങൾ ഇയാളോട് പറയാൻ ചില. പക്ഷെ നമ്മുടെ മൈൻഡിലുള്ള സാധനം മൊത്തം പോവാം, അത് പോയിരിക്കണം. അത് പോവാഞ്ഞാല് നമ്മൾ കിളിയല്ല. വൈകി കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ച് ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു അംശം കിടപ്പുണ്ടെങ്കിൽ ഇന്ന് കഴിച്ച ഭക്ഷണവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് വൃത്തികേടല്ലേ? എൻ്റെ അടുത്ത് ഇന്നലെ ഷാഫി പറഞ്ഞ കാര്യങ്ങൾ ഇരിക്കണം. അപ്പോഴാണ് ഗബീർ പുതിയൊരു കാര്യം പറയണത്. ഷാഫി പറഞ്ഞ കാര്യമായിട്ട് മേറുതെ ആയിട്ടാണ് ഈ പറഞ്ഞ കാര്യം തെളിയത്തുള്ളൂ. അപ്പൊ ക്ലിയർ ആകില്ല. എല്ലാം എപ്പോഴും പ്ലെയിൻ ആയിരിക്കണം. ഇപ്പൊ സംസാരം കേൾക്കാൻ പറ്റാത്ത അതുകൊണ്ട് ആർക്കും ഉള്ളിലിരിക്കും, പല വിശ്വാസങ്ങളിരിക്കും, വിശ്വാസ പ്രമാണങ്ങളിരിക്കുക. എന്നിട്ട് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെളിഞ്ഞ് കാണുന്നില്ല. അതുകൊണ്ടാണ് പാടുപെടുന്നത്. സ്വതന്ത്രനാണ്. ആരോട് പറയണമെന്ന് അറിയുന്നതാണ് നമ്മുടെ വിവേകം. അത് സംഭവിക്കണ്ടേ? ആരോട് എന്ത് പറയണം, എന്തുകൊണ്ട് ഇയാളോട് ഞാൻ ഇത് പറയണം, അവിടെയുള്ള ബന്ധം അപ്രകാരമുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് ആരോട് എവിടെ എന്തു ഇങ്ങനെ പറയണം ഇതറിയത്തില്ല. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അവിടെ തല്ലുവടിക്ക മേടിച്ച് പദം വരണം, മനസ്സിലായി? വന്നല്ലേ പറ്റത്തുള്ളൂ. എവിടെ പറയണമെന്ന് അറിയണ്ടേ? എവിടെ പറയണമെന്ന് നമ്മൾ അറിയണം, അല്ലേ? വിശപ്പിന് ആഹാരം കഴിക്കണ്ടേ? ഇത് വിശപ്പ് വരുമ്പോഴും ഇരിക്കണം, ഞാൻ കുറച്ചുകൂടി ഒരു സുഖിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. പക്ഷെ വിശപ്പിന് ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും വലിയ ആവശ്യം. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും വലിയ ആവശ്യം. അതാണ് ഏറ്റവും വലിയ നന്മ. ദാഹിച്ചിട്ടും വെള്ളം കുടിക്കാതെ ഇരുന്ന് സുഖിക്കാൻ വേണ്ടിയിട്ട്. ഈ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ആ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും നാശമാണ് കൊടുക്കുന്നത്. ആ കൂട്ടായ്മ നിലനിൽക്കത്തില്ല. ഇത്രയും കാലം ജീവിച്ച ഭാര്യ, അവരുടെ മെന്റൽ സ്റ്റേറ്റ് എന്താണെന്ന് എനിക്കറിയാൻ കഴിയുമായിരുന്നല്ലോ. അപ്പം അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയത്തെ മനഃപൂർവ്വം പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ലേ ശ്രമിച്ചത്? അല്ല, ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന സെബു അല്ല 10 ദിവസം മുമ്പുണ്ടായിരുന്ന സെബു. അതെ, പക്ഷെ ഇന്നത്തെ ഒരു മെന്റൽ സ്റ്റേജിൽ അതും ഇതുകൂടി കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയൂല. അത് പൊട്ടേണ്ടത് പൊട്ടേണ്ട, അത് കഴിയണം. അത് അന്ന് സംഭവിച്ചിട്ടില്ലാതെ ഇങ്ങനത്തെ ഒരു സെബുജി ഉണ്ടാവില്ല. ചില സംഗതികൾ പൊട്ടിത്തെറിക്കൽ അവരെന്തായാലും അത് അവരെ ബുദ്ധി വളർച്ചയുടെ കുറവെന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ ചില സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ അത് അവരെന്ത് ബുദ്ധിമുട്ടാവുമെന്ന് ഉദ്ദേശിച്ച് നമ്മൾ ജീവിക്കാൻ നിന്നാല് നമ്മൾ ബുദ്ധിമുട്ടാവും, അവരും ബുദ്ധിമുട്ടാവും. ഏറ്റവും കൂടുതൽ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുള്ള എന്റെ ഭാര്യയുടെ അടുത്താണ്, മനസ്സിലായോ? ഹൃദയമായിട്ട് വാവിട്ട് കരയണത് എന്റെ ഭാര്യയുടെ അടുത്താണ്, ഭാര്യയുടെ മക്കളുടെ അടുത്താണ്, മനസ്സിലായോ? കാരണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നത് ദുഷ്ടത്തരമാണ്. ചെയ്യല്ലേ. എന്റെ കയ്യിൽ നിന്ന് അവരെ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ മേശ ഇതുപോലെയുള്ള കസേരയൊക്കെ എടുത്ത് പറഞ്ഞ് ഇങ്ങനെ പുട്ടുപുട്ടിയായിട്ട് പൊടിച്ചു കളഞ്ഞിട്ടുണ്ട്. കാരണം കലിപ്പ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കല്ലേ നാശം ഉണ്ടാണ്. അത് വരാതിരിക്കാൻ എന്ത് ചെയ്തു? മേശ ഇതുപോലെയുള്ള കസേരകൾ, ഫർണിച്ചറൊക്കെ വീട്ടിലുണ്ടായിരുന്ന ഒരു സെറ്റീസ് കംപ്ലീറ്റ് തവിട്ടുപൊടിയാക്കി പിടിച്ചു കളഞ്ഞു, മനസ്സിലായോ?
കംപ്ലീറ്റ് മെഷീനൊക്കെ എൻ്റെ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരെയുള്ള സ്പ്ലൈസിങ് മെഷീനൊക്കെ എടുത്ത് തകർത്ത് കളഞ്ഞു. മനസ്സിലായോ? കാരണം ഇത് ഞാൻ അവിടെ ചെയ്തില്ലെങ്കിൽ അവരുടെ നേരെ അക്രമമായിട്ട് മാറും. പിന്നെ എന്തെങ്കിലും ഒരു മാനേജ് ചെയ്യാൻ പറ്റണില്ലേ? പക്ഷെ അവർ മനസ്സിലാക്കില്ല. അവർക്ക് ഇത് കാണുമ്പോൾ എനിക്ക് ഭ്രാന്താണ്, വട്ടാണെന്നാണ്. മനസ്സിലായോ? ഞാൻ നോക്കുക ഇപ്പൊ എന്നെ പിടിക്കാൻ വന്ന് അവരെ ഉപദ്രവിക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ കൈ എവിടെയെങ്കിലും വെച്ചാൽ സ്ഥാനത്തേ വെക്കത്തുള്ളൂ, അല്ലേ? പിടിക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇരിക്കും. ഇടിക്കണമെങ്കിൽ ഇട്ടി നല്ല ഷാർപ്പേ കൊടുക്കത്തുള്ളൂ. ഒരൊറ്റ ഇടി മതി. അവിടെ വന്നിരിക്കുന്ന അവന്മാർ ആരെങ്കിലും താഴെ വീഴുക. ഞാൻ മാർഷൽ ആർട്സ് അതുപോലെ പഠിച്ചോളാം. അതുകൊണ്ട് ഞാൻ ഓടിക്കളയത്തേ ഉള്ളൂ. മനസ്സിലായേ? കാരണം ഒരു ഇടി കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിലും വഷളല്ലേ. ഇടിക്കാതെ ഇരിക്കാന്നാണ് ഞാൻ നോക്കും. പിന്നെ ഒരു സംശയമൊന്നുമില്ല. ഈ കൈ കൊണ്ടൊരു പഞ്ച് കൊണ്ടാറുണ്ടല്ലോ, അത് പഠിച്ചത് ഇപ്പൊ അബദ്ധമായെന്നുള്ള ഭാഗത്താണ് ഞാൻ ഇരിക്കുന്നത്. മനസ്സിലായി? പഠിച്ചോണ്ട് എനിക്കറിയാം ഇത് ഇങ്ങനെയല്ലേ. ഭീരുവായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഭീരുവായിട്ട് ഇരിക്കുന്നത് തന്നെയല്ല, മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിനേക്കാൾ നല്ലത് ഭീരുവായിട്ട് ഓടിക്കുകയാണ് നല്ലത്. പക്ഷെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് ഭയങ്കര വലിയൊരു അഭിമാനമാണ്. ആരെങ്കിലും ഒരാളുടെ മേത്ത് കൈവച്ച് അയാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ ബാക്കിയുള്ള ഇപ്പൊ സാമാന്യങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ചു കളഞ്ഞു, സാരമില്ല. മനസ്സിലായി? ഫർണിച്ചറൊക്കെ അല്ലേ അടിച്ചു പൊട്ടിച്ചു കളഞ്ഞോളൂ. മനസ്സിലായ? രൂപങ്ങളും അതൊക്കെ അടിച്ചു പൊട്ടിച്ചു കളഞ്ഞു. ഓരോ നാശം ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായി? പക്ഷെ ഒരു വ്യക്തിയെ ഞാൻ നശിപ്പിക്കത്തില്ല. അവര് തന്നെത്താൻ ഉണ്ടാക്കിയ നാശത്തിന് കാരണക്കാരൻ ഞാനല്ല. ഇത് വർഷങ്ങളായിട്ട് തുടങ്ങുന്നത് ഇത് ഭാര്യയുടെ ഷെയർ ചെയ്യണല്ല. എല്ലാം ഭാര്യയുടെ ഷെയർ ചെയ്ത്. പക്ഷെ ഭാര്യ ഇത് മുഴുവനും ദഹിപ്പിക്കാതെ ഇത് കൂടിക്കൊണ്ടിരുന്നു. എല്ലാം കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ കൂട്ടാൻ കാരണം എന്താണ്? വേറെ ദഹിക്കാത്ത കാര്യം. വ്യക്തിയുടെ പ്രശ്നം ഇതാണ്. ഇത് എന്റെ ഭാര്യയുടെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിന്റെ പ്രശ്നമാണിത്. സമൂഹമായിട്ട് നിന്നാൽ നമ്മൾ ഒരിക്കലും ജീവിക്കത്തില്ല. വ്യക്തിയായിട്ട് നിൽക്കണം. മനസ്സിലായോ? വ്യക്തിയായിട്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അമ്മ എനിക്ക് പാല് തന്നതെന്തിനാ? ഞാൻ ജീവിക്കാനാ, അല്ലേ? ആ ഭാഗം അവിടെ നടപ്പിലാകുന്നുണ്ടെങ്കിൽ അമ്മയുമായിട്ടുള്ള ബന്ധം അവിടെ ബന്ധനമാകാതെ പോകണം. അമ്മ മരിച്ചതിന് ഞാൻ ദുഃഖം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അമ്മ മാഞ്ഞു പോണം, അമ്മ മറന്നു പോണം, അമ്മ അടുത്തു പോണം. മനസ്സിലായ? ഓരോരുത്തർ പുതിയ ആൾക്കാർ ഉണ്ടാകുന്നില്ലല്ലോ. ഞാനുണ്ടാകുന്നില്ല കാര്യം ഇരിക്കുന്നത്. അവനവൻ തെളിഞ്ഞു വരണം. അതിനാണ് നമ്മൾ ഒരുമിക്കുന്നത്. അതാണ് ജീവിതം. ഇപ്പോഴും പഴയ ഗുരുക്കന്മാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് കാര്യം ഇരിക്കുന്നു? ഞാൻ തെളിഞ്ഞു വരുന്നില്ല. സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ബുദ്ധൻ, യേശുക്രിസ്തു എന്ത് കാര്യത്തിന് ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെല്ലാം വല്ല ആവശ്യമുണ്ടാകും. എന്നാ എനിക്ക് ഭാരം കൂടിയല്ലേ? എനിക്ക് ഭാരം കൂടിയാണ്. മനസ്സിലായി? ഞാൻ തെളിഞ്ഞു വരണം. ആവശ്യം ഓരോ വ്യക്തിയും തെളിഞ്ഞു വരണം. അപ്പൊ അക്രമം ഉണ്ടാകില്ല. എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ട്? ബഷീറുമായിട്ടൊരു താല്പര്യം, അരുണുമായിട്ട് വേറൊരു താല്പര്യം. ഈ രണ്ടും കൂടി പൊരുത്തമില്ല. അപ്പൊ ഹൃദയം ഉണ്ടാകില്ല. എല്ലാവരുടെ പൊരുത്തം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ രൂപം എന്നിൽ വരത്തില്ല. മനസ്സിലായി? നിങ്ങളുടെ രൂപം തെളിഞ്ഞു വരുമ്പോഴാണ് എനിക്ക് പ്രശ്നം വരുന്നത്. ഞാൻ തെളിയത്തില്ല. ഇതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. വിഗ്രഹത്തെ നിഗ്രഹിക്കുക. മനസ്സിലായി? അപ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഇത് വിഗ്രഹങ്ങളെ കൂട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് ഉറക്കം വരികയല്ല. ഇപ്പൊ പറഞ്ഞില്ലേ, വീട്ടില് പശുവിന് വെള്ളം കൊടുത്തിട്ടുണ്ടായാലും വിഗ്രഹങ്ങളാണ്. അർഹതപ്പെട്ട കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഏതാണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള പശു, മാട് ഇതിനൊക്കെ ഒഴിവാക്കാനുള്ള സമയമായി. നിങ്ങൾ സ്വതന്ത്രനാണ്. മനസ്സിലായി? ഇത് സ്വതന്ത്രനാകുന്നതിന് പകരം ഇതിനെയൊക്കെ വലിച്ചു വാരിക്കൂട്ടി ഭാര്യയായിട്ട് നല്ല ബന്ധമില്ല. വീട്ടില് പട്ടിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പട്ടികളെ വളർത്താനായിട്ട്. ചെടി, തോട്ടം, ഇതെല്ലാം ഞാൻ ഒഴിവാക്കി. മനസ്സിലായി? ഇതുകൊണ്ടൊന്നും ജീവിതം നടക്കില്ലെന്ന്. ഞാൻ മദ്യപാനിയായിരുന്നു. മനസ്സിലായി? അതുകൊണ്ട് കുടുംബജീവിതം നടക്കില്ലെന്ന് മനസ്സിലായി. അങ്ങനെ കുടുംബജീവിതം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തൊരുമിച്ച് നേരെ വന്നപ്പോഴത്തേക്കും ഭാര്യയായിട്ടുള്ള ബന്ധത്തിൽ, നാട്ടുകാരുമായിട്ട്, വീട്ടുകാരായിട്ടുള്ള ബന്ധത്തിൽ എല്ലാത്തിലും ഭിന്നത ഉണ്ടായി. എന്താ കാരണം? അതിനകത്തൊക്കെ വിഴുപ്പുണ്ടായിരുന്നു. അതിന്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടില്ല. കുടുംബജീവിതത്തിലോട്ട് ഞാൻ കടന്നു വരികയാണ് ചെയ്തത്.
മനസ്സിലായോ? നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്തത്. എൻ്റെ കുടുംബജീവിതത്തിന് കോട്ടമൊന്നും വന്നില്ല. ഭാര്യയും മക്കളുമായിട്ട് ഇപ്പൊ നല്ല ബന്ധമാണുള്ളത്. കാരണം ഈ ഭാവം പറയുമ്പോഴൊന്നും എനിക്ക് ഒരു തുള്ളി അല്പം പോലും അസ്വസ്ഥതയുടെ ചെറിയൊരു അംശം പോലും ഇല്ല. അതാണ് കുടുംബജീവിതം. പഴയ ഒരു കാര്യം ഓർക്കുമ്പോഴും ഒരു അസ്വസ്ഥത ഇല്ല. അതാണ് നല്ല ജീവിതം. മറ്റേത് അങ്ങനെയല്ല, വിങ്ങൽ വരുമായിരുന്നു. മനസ്സിലായോ? വിങ്ങി പൊട്ടി കരഞ്ഞോണ്ടാ പറയണത്. മനസ്സിലായോ? എല്ലാം നല്ലതിനെ ആക്കിയെടുത്ത്. മനസ്സിലായി? അതാണ് ജീവിതം. അതുകൊണ്ട് ജന്മന എങ്ങനെ ജനിച്ചു അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മളിൽ പരിവർത്തനം വന്ന് നിന്ന് മനസ്സിലായി ഉരുകി മനസ്സിലായി അതിന്റെ സത്ത് മാത്രം പുറത്തോട്ട് വരുന്നത്. അതാണ് ജീവിതം. അവിടെ അഹങ്കാരം ഇതിന് തടസ്സം നിൽക്കുന്ന ഘടകമാണ്. എത്ര കിലോ അഹങ്കാരമായിട്ടാണ് വന്നത് ഇങ്ങോട്ട്? എത്രയുണ്ടായിരുന്നു? തൂക്കാൻ ത്ലാസ് കിട്ടിയിട്ടില്ലല്ലേ? അത്ര വലിയ ത്ലാസ് ഇല്ല അഹങ്കാരത്തിൽ തൂക്കാൻ. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഈ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നമുക്ക് അഹങ്കാരം കുറഞ്ഞിരിക്കും. ചിലപ്പോ വേറെ ഒരു സ്റ്റേജിലോട്ട് പോകുമ്പോൾ നമുക്ക് കൂടി വരും. അത് പൈസാകും, ഡൗൺ ആകും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അല്ല, അങ്ങനെയല്ല. അഹങ്കാരം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അപ്പൊ തൊട്ട് അഹങ്കാരത്തെ നിർവീര്യം ചെയ്ത് നിങ്ങൾ മോചനം നേടാൻ തുടങ്ങും. എവിടെയും നിങ്ങൾ അഹങ്കാരത്തെ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങും. നിങ്ങൾ ജീവിക്കുന്ന ഭാഗത്താണെങ്കിൽ ഒരു വിഷമം എനിക്ക് സാഹചര്യത്തിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്ന വെച്ചാൽ നിങ്ങളവിടെ ഇല്ല, വ്യക്തിയില്ല. വ്യക്തി അവിടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വിഴുപ്പ് ഒഴിവാക്കാൻ തുടങ്ങും. മറ്റേ റോബോട്ടാണ്. ഞാൻ എനിക്കൊന്നും ചെയ്യാനില്ല. അഹങ്കാരം കൂടും കുറയും, വിഷമം കൂടും വരും കുറയും. ഇതെന്ത് ചെയ്യാനാ? മനസ്സിലായ? അവിടെ നാഥനില്ല, ഗൃഹനാഥനില്ല, ഗുരുനാഥനില്ല. ഗുരുനാഥൻ ആരാണ്? ദാഹിക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുന്നത് ആരാണ്? അതാണ് നിങ്ങളുടെ ഗുരുനാഥൻ. ഉറക്കം വരുമ്പോൾ നിങ്ങളെ കൊണ്ട് കിടത്തുന്ന ആരാണ്? അതാണ് നിങ്ങളുടെ ഗുരുനാഥൻ. ഗുരുത്വമില്ല. ഗുരു ഉണ്ടാണ്. ഗുരു വേറൊരാളല്ല. ഗുരു വേറൊരാളല്ല. വേറൊരാൾക്ക് ഒരിക്കലും നിങ്ങളെ വെളിച്ചം വന്നാൽ ഇരുട്ട് താനെ പോയിക്കോളും. എക്സാക്ട്ലി. നമ്മൾ ഇരുട്ടിനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് മാറ്റുമ്പോൾ ആ വെളിച്ചമാണ് നിങ്ങളുടെ ഗുരുനാഥൻ. ഒരാളും നിങ്ങളുടെ ഗുരുനാഥനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരത്തില്ല. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം എന്നുള്ളതൊരു വെളിച്ചമാണ്. അതെ. അതുകൊണ്ട് വിളക്ക് കൊണ്ടൊന്ന് കത്തിച്ചു വെക്കും. മണ്ണെണ്ണ വിളക്ക്, ജീവന്റെ വിളക്ക്. മണ്ണെണ്ണ വിളക്ക് വീടിന്റെ വാതിക്കൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എണ്ണ ഇട്ട് കത്തിച്ചു വെക്കും. ഉള്ളില് ജീവന്റെ വെളിച്ചമില്ലേ? അതാണ് ഗുരുനാഥൻ. ഇവിടെ ഗുരുനാഥന്മാര് തമ്മിൽ തല്ലണ ലോകമാണ്. ഒരു കാര്യമില്ല. സന്യാസം അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആര് പറഞ്ഞു സന്യാസിക്കണമെന്ന്? വല്ലവരും പറഞ്ഞ സന്യാസിക്കണമെന്ന് വല്ല എന്തെങ്കിലും ആവശ്യമുണ്ടാ? അല്ല, സന്യാസിക്കണം, സന്യാസിയാകണം. എന്ത് കാര്യത്തിനാണ്? ജീവിച്ചാ പോരെ നന്നായിട്ട്. ഇത് ഗൃഹസ്ഥം, മറ്റേത്, ഇതൊക്കെ വെറും മണ്ണാങ്കട്ടേന്. ഗൃഹസ്ഥമുണ്ട്, ബാല്യമുണ്ട്, യൗവനമുണ്ട്, ഒന്നുമില്ല. ഞാനുണ്ട്. ഇതില്ല. ഇതിനകത്തൊന്നും ഒരു കഥയും ഒന്നുമല്ല. ഇതൊക്കെ സ്റ്റേജുകൾക്കൊക്കെ പേരിടാൻ ആര് പറഞ്ഞു? എങ്ങനെ ഇത് പേരിടാൻ പറ്റും? എന്തിനാണ് വേറൊരാളോട് എക്സ്പ്രസ് ചെയ്യണത്? നമ്മളിങ്ങനെ മര്യാദയ്ക്ക് സംസാരിച്ചാൽ പോലെ. മര്യാദയുണ്ടാ, സമാധാനം ഉണ്ടാ. എന്തടുക്ക്? നിങ്ങളുടെ കൈയും കാലൊക്കെ, കാല് ഇരിക്കേണ്ടടുത്ത് കാലില്ലേ, കൈ ഇരിക്കേണ്ടടുത്ത് കൈയില്ലേ, കണ്ണിരിക്കേണ്ടടുത്ത് കണ്ണില്ല. അടുക്കും ചിട്ടയിലൂടെയാണ് നിങ്ങളിവിടെ കിട്ടിയിരിക്കുന്നത്. അടുക്കും ചിട്ടയിലൂടെയാണ് നിങ്ങൾ ജീവൻ സ്പർശിക്കുന്നത്. ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു കാലില്ലാണ്ട് ജനിച്ചെന്നിരിക്കട്ടെ, പക്ഷെ അയാളുടെ ഉള്ളിലുള്ള അടുക്കും ചിട്ട അപ്പോഴും പോകുന്നില്ല. അടുക്കും ചിട്ട ഉള്ളതുകൊണ്ടാണ് ഹൃദയത്തിന് സ്പന്ദനം ഉള്ളത്. അതാണ് അടുക്കും ചിട്ട. ആ താളമേ ഉള്ളു താളമായിട്ട്. ബാക്കിയുള്ള ഒന്നും നോക്കണ്ട. ഹൃദയത്തിൽ അല്ലെ ജീവന്റെ സ്പന്ദനമുണ്ടോ, ആ സ്പന്ദനമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ താളം. അതാണ് അടുക്കും ചിട്ട. അതല്ലാത്ത വേറൊരു അടുക്കും ചിട്ടയില്ല. ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അടുക്കും ചിട്ടയും നിലനിർത്താൻ മനുഷ്യൻ കിടന്ന് ചക്രശ്വാസം വലിക്കുക. എന്നിട്ട് കുറെ ചക്രങ്ങളുണ്ട്. മനസ്സിലായി? ഒരു കഥ മനസ്സിന്
വൈകല്യം ജനിച്ചോ, ജനിക്കാനുള്ള കാരണം എന്നും പെർഫെക്റ്റാ. ജനിച്ചിട്ടുണ്ടെങ്കിൽ ജനിക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥ അവിടെ നിൽപ്പുണ്ട് അല്ലേ? പരിസരം അതിനനുകൂലമാണ്. ഒരു കൊച്ചു ജനിച്ചപ്പോഴത്തേക്കും കൊച്ചിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല, ആയിക്കോട്ടെ. പക്ഷെ ചുറ്റുപാട് നിൽക്കുന്നവരെല്ലാരും പൂർണ്ണ വളർച്ച എത്തിയാലും ഇതിന്റെ സ്പന്ദനം അങ്ങോട്ട് ചെല്ലും. ഇത് ജനിച്ച് പ്രശ്നത്തിലായി ജനിച്ചത്, പുറത്തു വന്നപ്പോ അതിലും വലിയ പ്രശ്നമാണ്. ടപ്പേന്ന് പറഞ്ഞാൽ കൊച്ചു മരിച്ചു. ഇപ്പൊ എന്റെ കുട്ടി 6 വയസ്സ് വരെ ജീവിച്ചിരിക്കത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 6-7 വയസ്സ് വരെ കാരണം ഹൃദയത്തിന് കംപ്ലൈന്റ് ഉണ്ട്. അവര് മറ്റേ എന്താണ് സംഭവമൊക്കെ വെച്ചിട്ട് കാണിച്ച് ഹൃദയം കണ്ട പ്രശ്നമുള്ള ഹൃദയമാണെന്നൊക്കെ കാണിച്ച് ഞാൻ നോക്കൊള്ളാം, നല്ലതായി. പക്ഷെ എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനവുമായിട്ട് അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന് പൊരുത്തമുണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അവന്റെ ഹൃദയത്തിലുള്ള രോഗാവസ്ഥ മാറും. ബന്ധം അതിനുള്ളതാ, മനസ്സിലായി? ഇതൊരു ഡോക്ടർക്കും ചെയ്യാൻ പറ്റിയല്ല. ഇത് നമ്മൾക്ക് പരസ്പരം സ്നേഹം. ഇപ്പൊ നിങ്ങളുടെ അഹങ്കാരം നിങ്ങൾ തന്നെ ഒഴിവാക്കി കളയും. കാരണം മെച്ചപ്പെട്ടൊരു സാഹചര്യം, നിങ്ങളുടെ അഹങ്കാരം പോയ വഴി നിങ്ങൾ അറിയത്തില്ല. അഹങ്കാരം വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അഹങ്കാരം നിങ്ങളിൽ നിന്ന് അലിത്തിങ്ങോട്ട് ഒരു അഹങ്കാരം ഉണ്ടായിരുന്ന ഓർമ്മ പോലും ഉണ്ടാകില്ല. മനസ്സിലായി? അതാണ് സഹകരണം, അതാണ് കൂട്ടായ്മ. അവിടെ ജീവിതമുള്ളൂ. എന്ത് രോഗമുള്ളവരെ കിട്ടും, നമ്മൾ രോഗത്തെ നോക്കണ്ട. സഹകരിക്കുമ്പോൾ രോഗങ്ങളും ആ ട്യൂമറും അതും ഇതൊക്കെ അലുത്തുപോകും. അത്ഭുതമൊന്നുമല്ല, ഇത് സിമ്പിൾ ലോജിക്കാണ്. മനസ്സിലായി? ക്രമമാണ്. മനസ്സിലായി? അത് ക്രമമാണ്. അക്രമം കൊണ്ട് നടക്കേല കാര്യങ്ങൾ, ബലം പിടിച്ച് നടക്കേല. സമാധാനത്തിൽ നടക്കും. കണ്ട, 2 ഫോണുള്ളപ്പോ ഒരു ഫോണിൽ ഇരിക്കാം. അതാണ് 2 ഭാര്യയുള്ളപ്പോ വലിയ പാടാ. എത്ര വേണം? ഇത് ഭയങ്കര രസമാണ്, മനസ്സിലായി? സാധ്യതയല്ലേ കാണുന്നത്. മറ്റേത് ഗുരുകുലം, എന്താണ് ഗൃഹസ്ഥൻ, വനപ്രസ്ഥൻ, സന്യാസി, ഇതൊക്കെ ആക്കാൻ വേണ്ടി മനുഷ്യക്കടത് എന്തിനാ ആക്കണത്? അങ്ങനെ ഒന്നും ആക്കണ്ട. നമ്മളായിരിക്കുന്ന അവസ്ഥ ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര സിമ്പിൾ. ഭയങ്കര സൂപ്പറാണ്. പക്കാ സൂപ്പറാണ്. മൊത്തം തല എല്ലാ ഓടി. ജീവനുള്ളതാണിത്. അവനവനെ അറിയുന്നില്ല, പിന്നെ വേറെ എന്തെന്നിട്ട് എന്ത് കാര്യം? അറിവെന്ന് പറഞ്ഞത് അവനവൻ അറിയുന്ന. എനിക്ക് അറിവുണ്ടെന്ന് പറഞ്ഞല്ല, ഞാൻ അറിയുന്നു, ഞാൻ ജീവനുണ്ടെന്ന് അറിയുന്നു. ഇനി അതുകൊണ്ട് എന്തായുണ്ട്? അതിൽ കൂടെ സംഭവിച്ചുള്ളൂ. ഓ, ഞാൻ സന്യാസിയാണ്, ഞാൻ സ്വാമിയാണ്, മണ്ണാങ്കട്ടെ. ഒന്നും ആയിത്തീരേണ്ട ആവശ്യമില്ല. സ്വാമി തന്നെ വന്നിരുന്നോണ്ട് പാടുപെടുന്നത് കാണാം എപ്പോഴും. ലാലിനോട് ഞാൻ തെറ്റു പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം വന്ന് ഞാൻ ക്ഷമ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ലാലിനോട് തെറ്റു പറഞ്ഞത് എന്തിനാണെന്ന്? ലാല് പറഞ്ഞത് ശരിയാണെന്നേ. ലാല് പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ ബലം പിടിച്ചത് എന്തിനാ? അരുൺ പറഞ്ഞതൊന്നും തെറ്റല്ല. എന്തിനാ ഞാൻ പറഞ്ഞ അരുൺ പറഞ്ഞത് തെറ്റാണ്? ഇത് നാളെ വെച്ച് പറഞ്ഞ അരുണെ ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞത് തെറ്റായി പോയി കേട്ടോ, പറഞ്ഞ വല്ല ആവശ്യം ഉണ്ടാ? അരുൺ പറഞ്ഞത് എല്ലാം ശരിയാ, അരുൺ ഒരു തെറ്റും പറഞ്ഞില്ല. എന്തിനാണ് മറ്റാളെ തെറ്റുകാരനാക്കുന്നത്? വല്ല ആവശ്യമുണ്ടാ? ഒരാവശ്യമില്ല. എന്നിട്ട് ക്ഷമ പറഞ്ഞെന്ന്, എന്നിട്ട് ഞാൻ സ്വാമിയാണെന്ന് തന്നെത്താൻ പറയുക. മനസ്സിലായോ? ക്ലബ് ഹൗസിൽ വന്നിരുന്ന് സ്വാമി തന്നെത്താന്ന് അറിയണിക്കുന്നത്. മനസ്സിലായോ? ഞാൻ മാക്സിമം ഞാൻ നോക്കും, മനസ്സിലായി? പക്ഷെ പുള്ളിക്കാരൻ തന്നെ അതിനുള്ള കുരുക്കുകളെല്ലാം ഉണ്ടാക്കും. സന്ദീപാനന്ദഗിരി ഗ്രൂപ്പിൽ വരും. മനസ്സിലായി? ഞാൻ ഒന്നും മിണ്ടത്തില്ല. ഞാൻ ഇടയ്ക്ക് ഞാനൊരു സാധനം ഇട്ട് കൊടുക്കുമ്പോ
പുള്ളി അതിനവസരം പുള്ളി അവിടെ നിന്ന് പോകും. മനസ്സിലായ? പുള്ളി ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ വേദവും ഒന്നും പഠിച്ചിട്ടില്ല. പുള്ളി വേദവും മഹാഭാരതവും ഇതെല്ലാം പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് കുരിപ്പുണ്ടാക്കാൻ നോക്കും. ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്ന ഞാൻ എന്തെങ്കിലും ഒരു പോയിന്റ് പറയുമ്പോഴത്തേക്കും പിന്നെ അതിനെ കണ്ണിക്കാൻ പുള്ളിക്ക് പറ്റത്തില്ല. പുള്ളി കുറെ കഴിഞ്ഞ ദിവസം പറഞ്ഞ തള്ളിന് ഇന്ത്യൻ ഇതിനകത്ത് എന്തെങ്കിലും നിയമം ഉണ്ടെങ്കിൽ ഇയാൾ പിടിച്ചകത്തിടണം തള്ളിന്. മനസ്സിലായോ? ഞാൻ ഇന്ത്യൻ നിയമപ്രകാരമല്ല ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായി? ഇന്ത്യ ഉണ്ടാക്കിയ ഇന്ത്യൻ IPC അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ പീനൽ കോഡ്. മനസ്സിലായി? അത് പ്രകാരം അല്ല ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായി? ഇന്ത്യയിൽ ജീവിക്കണതിന് IPC പ്രകാരം അത് ഒക്കെ അവിടെ നിന്നോട്ടെ, അതിന് നമ്മൾ എതിർക്കുന്നൊന്നുമില്ല. ജീവിതം IPC ഉണ്ടായതല്ല. മനസ്സിലായി? അത് നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. പാകിസ്ഥാനിൽ ചെന്നാലും എനിക്ക് ജീവിക്കാം, ചൈനയിൽ ചെന്നാലും എനിക്ക് ജീവിക്കാം, എവിടെ ചെന്നാലും ജീവിക്കാം. രാജ്യം വിട്ടാൽ ജീവിതത്തിന്റെ ഭാവം മാറത്തൊന്നുമില്ല. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലെങ്കിൽ സ്വാമിയുടെ ഭാവം പോയില്ലേ? മനസ്സിലായി? പാവം എനിക്ക് സഹതാപമാണ് അങ്ങേരോട് തോന്നുന്നു. മനസ്സിലായി? പല ആൾക്കാരും പറഞ്ഞ പുള്ളിയുടെ വീട്ടിൽ കാർ കത്തിച്ചെന്നാ പറഞ്ഞത്. എന്താ എനിക്കറിയത്തില്ല കേട്ടാ. മിക്ക ആൾക്കാരും പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ അത് പുള്ളിക്കാരൻ BJP-കാരനായിട്ട് കലിപ്പുണ്ടെന്ന്. എനിക്ക് BJP, മാർക്സിസ്റ്റ്, കോൺഗ്രസ് ഇങ്ങനെ ഒരു പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? അതെ, അതുകൊണ്ട് പുള്ളിക്കാരൻ BJP-കാരോട് ഭയങ്കര കലിപ്പാണ്. എന്തിനാണ് അപ്പൊ സ്വാമി എന്ന് പറയുന്നത്? എന്ത് കാര്യമായിരിക്കും? BJP-കാരോട് കലിപ്പുണ്ടെങ്കിൽ പുള്ളി തന്നെ പറഞ്ഞാണ് ഇന്ദ്രിയങ്ങളെ കൈകാര്യം ചെയ്യുന്നവൻ, അതിന്റെ പുറത്ത് അധികാരമുള്ളവൻ, അതാണ് സ്വാമി എന്ന്. ഞാൻ പുള്ളി ചോദിച്ചു സ്വാമി എന്ന് ഇടാനുള്ള കാരണം എന്താണ്? അപ്പൊ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തിയവൻ, ഇന്ദ്രിയങ്ങളുടെ പുറത്ത് അധികാരമുള്ളവൻ. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ പുറത്ത് അധികാരമുള്ളവൻ BJP-കാരൻ എങ്ങനെ ഉണ്ടാണ്? BJP പുള്ളിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതാണ്. എനിക്കറിയത്തില്ലുണ്ട്, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ സ്വാമി എന്ന് വിളിക്കണമെന്ന് ഞാൻ സന്ദീപ് എന്ന് വിളിച്ചപ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് പുള്ളിക്കാരൻ പ്രതികരിച്ചില്ല. സ്വാമി എന്ന് വിളിച്ചാലേ പ്രതികരിക്കത്തുള്ളൂ. അപ്പൊ പുള്ളി ഫോൺ കട്ടായിട്ട് റേഞ്ച് കട്ടായിട്ട്. അതെ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഞാൻ ആ വ്യക്തിയല്ല പറയുന്നത്. നമ്മൾ ചില സംഭവം, ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാല് അതിനകത്ത് ഉണ്ടാകുന്ന അപാകതകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും. മനസ്സിലായി? ഒരു മനുഷ്യനിലൊരു അപാകതയില്ല. ഞാൻ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഞ്ചിനീയറിംഗിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും. അല്ലേ? അപ്പൊ നമ്മൾ ഞാനൊരു മെക്കാനിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എന്റെ കാറിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്, റിപ്പയർ ചെയ്യണം, അല്ലേ? എനിക്ക് ഓടിക്കത്തക്ക രീതിയിലാക്കണം, അതാണ് ഒരു മെക്കാനിക്ക്, അല്ലേ? അപ്പൊ അത് പറ്റുന്നില്ല, പിന്നെ ഈ ഒരു ലേബിൾ വെക്കണം. അതുകൊണ്ട് ഞാൻ വളരെ വിദഗ്ധമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്കൊരു ലേബിളും ഇല്ല. കാരണം പറ്റത്തില്ലെന്നേ. നമുക്കിതിന്റെ എല്ലാത്തിന്റെ മെക്കാനിസം ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഇരിക്കുന്ന നിമിഷം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കല്ലേ? എല്ലാത്തിലും മനസ്സിലായി. ഈ ചെടി തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ കൂമ്പ് മാറും, അല്ലേ? ഒരു ഇല പോവും, പുതിയ ഇല വരും. 10 ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് ഇപ്പൊ ഉണ്ടായിരുന്ന ഇല ഒന്നും ഉണ്ടാവില്ല, പുതിയ ഇലകളായിരിക്കും. അതുപോലെ തന്നെ നമ്മളിലും നമുക്കറിയാമല്ല, രണ്ടായിട്ട് മുറിച്ചിട്ടാല് 2 കഷ്ണം ജീവിക്കുന്ന ജീവിയില്ലേ? അറിയാവോ? ഏതാണ് മുറിച്ചിട്ടാൽ 2 കഷ്ണം ജീവിക്കുന്ന? മണ്ണിര. സാധാരണയുള്ള ഏറ്റവും സാധാരണയുള്ള മുറിച്ചിട്ടാൽ 2 കഷ്ണവും കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം സെറ്റായി 2 കഷ്ണം ജീവിക്കും. ജീവനില് സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്, അല്ലേ? ഒരു മരത്തിന്റെ കമ്പ് ആ മരത്തിൽ നിന്ന് മുറിച്ച് അടുത്തൊരു മരത്തിന്റെ കമ്പ് കൊണ്ട് വെച്ച് കഴിഞ്ഞാല് അവിടെ ജീവിക്കും അത്. മനസ്സിലായോ? ആ മരമാകണമെന്നില്ല. താഴത്തിരിക്കുന്ന മരം വേറേതാ, മുകളിലിരിക്കുന്ന മരം വേറേതാ, ഇല്ലേ? അപ്പൊ ഇതെല്ലാം തമ്മിൽ പൊരുത്തമുണ്ടെന്നുള്ളതാണ്. പരിണാമം സംഭവിച്ചാണ് എല്ലാം വ്യത്യസ്തങ്ങളായി മാറിയിരിക്കുന്നത്.
രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ട്, പക്ഷെ ആന്തരികമായിട്ടുള്ള ഘടന നോക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെ. അതെ, എത്രത്തോളം ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയുമായിട്ട് അടുക്കാൻ സാധിക്കുന്നത് അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയൊന്നുമല്ല എനിക്ക് ഈസോഫാഗസിന് കംപ്ലൈന്റ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് കംപ്ലൈന്റ്, വയറ്റിൽ നിന്ന് മര്യാദക്ക് പോകത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ശരിക്കും വയറ്റിൽ നിന്നൊക്കെ പോകാൻ തുടങ്ങിയത്, മനസ്സിലായ? ഇപ്പോഴാണ് ഞാൻ എന്നെ ആസ്വദിക്കാൻ തുടങ്ങിയത്. മറ്റേത് കുടുംബത്തിന് ഭാര്യയും മക്കളെ നോക്കണം, അവരെ നോക്കണം, ഇവര് നോക്കണം, അതിനു വേണ്ടിയിട്ട് കൈയും കാലിട്ട് അടിച്ച് കിടന്ന് പാടുപെടുകയായിരുന്നു, മനസ്സിലായ? എന്താ ശ്വാസം മുട്ടലൊന്നും വന്നിട്ടില്ല. ശ്വാസം മുട്ടൽ വരുമ്പോ പൊട്ടിക്കരയും. വന്നിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, ശ്വാസം മുട്ടൽ വരുമ്പോഴാണ് പൊട്ടിക്കരയുന്നത്. കരയുമ്പോ ഫ്രീ ആവും. നെഞ്ചില് മുട്ടൽ വരുന്നത് ശ്വാസം മുട്ടല. അത് അപ്പൊ പൊട്ടിക്കരഞ്ഞു മനസ്സിലായി. കരച്ചിലൊരു ഭയങ്കര വലിയൊരു സൗഖ്യമാണ്. എനിക്ക് പൊട്ടിക്കരയാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിധി. പോയിട്ടുണ്ട്, സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിൽ ഏറ്റവും നമ്പർ 1 ഉഴപ്പനാണ്. മനസ്സിലായ? ഒരു കണക്കിന് എപ്പോഴും മുട്ടയാണ്. ഒരു ദിവസം കണക്ക് പരീക്ഷയിൽ ഞാൻ ഉത്തരവെല്ലാം എഴുതി വെച്ചു. അപ്പൊ ടീച്ചർ നീ കോപ്പിടിച്ചാണ്. ഞാൻ കോപ്പിടിച്ചിട്ടില്ല ടീച്ചറെന്ന് പറഞ്ഞു. ടീച്ചർ എന്ത് ചെയ്താലും സമ്മതിക്കില്ല. അവസാനം ടീച്ചറിന്റെ ടേബിളിന്റെ അരികിൽ നിർത്തി ടീച്ചർ പുതിയ കണക്കിട്ട് തന്നു. ഞാൻ ഉത്തരവ് എഴുതി. ഉത്തരവ് എന്റെ മനസ്സിൽ ഞാൻ കാണും, ഞാൻ എഴുതി. ഇത് കഴിഞ്ഞു പോയി. പിറ്റേ അടുത്ത ടീച്ചർ വരുമ്പോ വേർ ഈസ് സെബാസ്റ്റ്യൻ ഇമ്പോർട്ടൻസ്. എനിക്ക് ആദ്യമാണിത്. എനിക്ക് വേറൊരാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നു. ഓക്കെ സെബാസ്റ്റ്യൻ, കം ടു ദ ഫ്രണ്ട് ബെഞ്ച്. എന്റെ ബാക്ക് ബെഞ്ചില്ല. പിന്നെ ഞാൻ കണക്ക് മാർക്ക് മേടിച്ചിട്ടില്ല കേട്ടാ. എന്നെ സംബന്ധിച്ചുള്ള അത് സംഭവിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് പഠിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല, ഇപ്പോഴും ഇല്ല പഠിക്കണമെന്ന്. കോളേജിൽ പോയി 10ാം ക്ലാസ് ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലോട്ട് പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു അഹങ്കാരം വന്നു, 10ാം ക്ലാസ് പാസ്സാകണമെന്ന്. അങ്ങനെ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് ഓവറേജ്ഡ് കാൻഡിഡേറ്റ് ആയിട്ട്, പ്രായമുണ്ട്, വയസ്സുണ്ട്, ഓവറേജ്ഡ് കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്ത് വീട്ടിൽ കുത്തിയിരുന്ന് പഠിച്ച് 10ാം ക്ലാസ് പാസ്സായി കോളേജിൽ അഡ്മിഷൻ മേടിച്ചു. അങ്ങനെ കോളേജ് അഡ്മിഷൻ മേടിച്ചപ്പോഴത്തേക്ക് ഇനി പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കോളേജിൽ കയറിയത്. അങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് നല്ല ശരിക്കും ശ്രദ്ധിച്ച് പഠിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് സ്കൂളിൽ തന്നെ, കോളേജിൽ തന്നെയുള്ള ഒരു അധ്യാപിക എൻ്റെ ഒരു കസിനാണ്. അങ്ങനെ അധ്യാപികയുടെ, ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നീ റാങ്ക് മേടിക്കുമെന്നാണ് കേട്ടോ സ്റ്റാഫ് റൂമിൽ വർത്തമാനം. പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയിട്ട് ആരെങ്കിലും എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. അപ്രീസിയേഷൻ എന്റെ ഡിപ്രീസിയേഷനാണ്. ആവശ്യമില്ല, മനസ്സിലായി? വിമർശനം നല്ല കാര്യമാണ്, മനസ്സിലായി? അതൊരു വല്ലാത്തൊരു മോട്ടിവേഷനാണ്. അതിൽ പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എവിടെയെങ്കിലും ഒന്ന് പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് ബാധകമല്ല കേട്ടോ. ഇപ്പോഴറിയാം അവരുടെ കഷ്ടകാലം കൊണ്ട് ചെയ്യണതാണ്. ഇപ്പൊ ഈ കോളേജിൽ ഞാൻ എക്കണോമിക്സ് 10th ഗ്രൂപ്പാണ് എടുത്തിരുന്നത്. സൈക്കോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി. ഹിന്ദിയും മലയാളം എനിക്ക് അറിയത്തില്ല, മനസ്സിലായി? ഇംഗ്ലീഷും അറിയത്തില്ല, മനസ്സിലായി? അത് പൊട്ട ഇംഗ്ലീഷ് ആയതുകൊണ്ട് പറഞ്ഞതിന് എന്താ കുഴപ്പം? ഇങ്ങനെ പറയില്ലേ, പറഞ്ഞാ പോരെ. ഞാൻ നടന്നു പോകുന്നതിന് ലാംഗ്വേജ് വല്ലതും ഉണ്ടാ? എന്നാണ് ലാംഗ്വേജ് ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞു വരുമ്പോഴത്തേക്കും നല്ല മലയാളം അറിയാവുന്ന ആൾക്കാർക്ക് സംസാരിക്കുമ്പോൾ തനിയെ ഭാഷ കയറി വരും. അത് തന്നെ മേക്കപ്പ് ആയിക്കോളൂ, ഓട്ടത്തിൽ തിരിഞ്ഞോളൂ. അല്ലാണ്ട് ലാംഗ്വേജ് ഒന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, മനസ്സിലായി? എഴുതാനും അറിയത്തില്ല. എഴുതാനും എനിക്ക് ഭയങ്കര മടിയാണ്. അല്ല, അതിനു മുമ്പ് തന്നെ ചെറുപ്പം മുതലേ ഇംഗ്ലീഷ്, കാരണം ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് വായിക്കാൻ കാരണം വീട്ടിൽ ഒരു മുറി മുഴുവനും പുസ്തകങ്ങളാണ്, അപ്പച്ചന്റെ ലൈബ്രറിയാണ്. അപ്പൊ ഇതിനകത്ത് ഹെറോൾഡ് റോബിൻസ്, ഇർവിംഗ് ബാലസ്, ഇതൊക്കെ സെക്സ് ഭയങ്കര കാമമാണ്. ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എറുത്ത് വെക്കാൻ കിട്ടുന്ന സമയമൊക്കെ എറുത്ത് വെക്കും, മനസ്സിലായോ? എവിടെയൊക്കെ മുലയെ പിടിക്കാൻ കിട്ടുന്ന അവസരമൊക്കെ നമ്മുടെ കൈയും അങ്ങോട്ട് ഇതേ പോകത്തുള്ളൂ, മനസ്സിലായോ? ഇങ്ങനെ നടന്നിരുന്ന ഒരാളാ. പിന്നീട് മനസ്സിലായത് ഇനി എൻ്റെ ഒരു വലിയൊരു വീക്ക്നെസ് ആണെന്ന്, എൻ്റെ ഒരു വലിയൊരു ബലഹീനതയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് പെണ്ണിനെ കാണുമ്പോൾ എനിക്ക് കമ്പിയാകുന്നു, എനിക്ക് വീട്ടിൽ വന്നിരുന്നിട്ട് വാണോടിച്ച് കളയണം. ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്.
പക്ഷെ ഇതിനകത്തുനിന്ന് ഞാൻ മോചനം നേടുന്ന നമ്മുടെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഇതിനകത്തുനിന്ന് മോചനം കിട്ടിയില്ല. ഒരു സ്ത്രീയുമായിട്ട് സത്യസന്ധമായിട്ടൊരു ബന്ധം വന്നപ്പോൾ എനിക്കിന്ന് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് അടുത്തുകൂടി സ്ത്രീ നടന്നു പോയതാണെങ്കിൽ ആഹാ എന്ത് റിലീഫാണ്. മനസ്സിലായ? ഒരു പെണ്ണിനെ കണ്ടിട്ട് എനിക്കൊരു കാമമാ ഒന്നുമില്ല. എങ്ങനെ മാറി? സത്യസന്ധത. മറ്റെന്ത് പാടാണെന്നറിയാം. ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളില് ആക്രാന്തമാണ്. മനസ്സിലായ? അത് ഞാൻ സഫറിങ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്? സത്യസന്ധമായിട്ട് സ്ത്രീയുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഒന്നും ചെയ്തില്ല. ഇവിടെ ഈ ഒരു പെൺകുട്ടി വന്ന് അവളുമായിട്ട് സത്യസന്ധമായിട്ട് ഷെയർ ചെയ്യുന്നു. അല്ല, അവളൊന്നും ചെയ്തിട്ടില്ല. ആ സ്ത്രീ സാന്നിധ്യം വളരെ മനോഹരമായിട്ട് അനുഭവിക്കുന്നു. അത്രയേ ഉള്ളൂ. അവൾ ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ്. മനസ്സിലായ? മറ്റേ നടന്നുകൊണ്ട് ഏത് പെണ്ണിനെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ആക്രാന്തം. മനസ്സിലായ? എന്ത് പാടാ പറഞ്ഞു, എന്ത് കഷ്ടകാലമല്ലേ. അപ്പൊ എല്ലാരും പറഞ്ഞു അവന് മാനസിക രോഗമാണ്, മാനസിക രോഗമാണ്. ഇത്ര കാലം എന്നറിയാം എന്നെ മാനസിക രോഗിയാണ്, മാനസിക രോഗിയാണ്. മനസ്സിലായി? ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ അവൾക്ക് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ട് ബന്ധപ്പെടുമെന്ന് ഞാനിത് വെട്ടത്ത് പറഞ്ഞിട്ടുള്ള. ഒരു കൗൺസിലിംഗ് എന്നെ ഒരാളുടെ അടുത്ത് ചെന്നപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചൊരു പെണ്ണിനെയായിട്ട് വരുന്നു, അവൾക്കും നിങ്ങൾക്കും ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ശരി. അങ്ങനെയല്ലേ. അവൾക്ക് എന്റെ മകന്റെ ഭാര്യക്ക് അവൾക്ക് തോന്നുന്നു ഞാനിട്ട് ലൈംഗികപ്പെടും, എനിക്കും തോന്നുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ബന്ധപ്പെടും. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതല്ലേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇല്ലാതല്ല എനിക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവുമായിരുന്നു. അത് എന്റെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമാണ്. അതിന് പരിഹാരം എന്നിലാണ് ഉണ്ടായിരുന്നത്. മനസ്സിലായി? സ്ത്രീയായിട്ട് നല്ലൊരു ബന്ധം വന്നപ്പോ എനിക്കിന്ന് റോഡെ എറണാകുളത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഫ്രീഡത്തിലാണ്. അപ്പൊ പെണ്ണുങ്ങൾ നടന്നു പോകുന്നതാണ് ഞാൻ അറിയുന്നില്ല. മനസ്സിലായി? എന്നെ സ്വാധീനിക്കുന്നില്ല. ഞാനായിട്ട് നടന്നു പോകാൻ എനിക്ക് സാധിക്കുന്നു. എനിക്ക് എന്റെ പച്ചയായിട്ടുള്ള ജീവിതത്തെ പറ്റി അല്ലാണ്ട് മൂടിക്കെട്ടി ഇല്ല. മനസ്സിലായി? എനിക്കുള്ള വൃത്തികേട് തന്നെ. അത് വൃത്തിയിലോട്ട് വരാനായിട്ട് ഈ പറയുന്ന സമൂഹത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് ഒരാൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ സമൂഹത്തിന് ഒരു അടിസ്ഥാനമില്ല. വ്യക്തിബോധത്തിന് മാത്രമേ അടിസ്ഥാനമുള്ളൂ. നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്ന ഹൃദയത്തിനാണ് നമ്മളെ നേരെ കൊണ്ടുപോകാനുള്ള കഴിവുള്ളൂ. അതിനുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഹൃദയത്തിന് കഴിവുണ്ട് നമ്മളെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ. സൗന്ദര്യത്തെ കണ്ടു, അത് സൗന്ദര്യമാണെന്ന് ആസ്വദിച്ചു, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഡൈജസ്റ്റ് ചെയ്യും. ഇത് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു. എന്നെ വലിക്കുന്ന സ്ത്രീയാണെന്നുള്ള ഭാഗം. ഞാൻ ലുലുമാളിൽ നിൽക്കുമ്പോൾ ഒരു പെണ്ണ്, ഒരു സെക്സി ആയിട്ടുള്ള ഒരു പെണ്ണ് ഇങ്ങനെ നടന്നു, ഞാനിവിടെ കണ്ടിങ്ങനെ ആസ്വദിച്ച്, അന്ന് ഞാൻ സെക്സ് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്ന ഭാഗമാണ്. മനസ്സിലായി? എന്നിട്ട് പാടുപെടുന്നുണ്ട് ഇപ്പഴത്തെ വന്നിട്ട്. പക്ഷെ ഇവളിങ്ങനെ നടന്നു പോകുന്നു, ഭിത്തിയുടെ മറവിൽ അങ്ങോട്ട് പോയപ്പോ പിന്നെ ഇവിടെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായ ട്രാപ്പ്. ഇവിടെ ചിന്തയാണ് എന്നെ തൊലക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ അത് ക്ലീൻ ചെയ്തു. പക്ഷെ അപ്പോഴും ഞാൻ മോചനത്തിലോട്ട് വന്നില്ല. അടുത്ത പെണ്ണ് വരുമ്പോഴെനിക്ക് അവളെ ഞാൻ പെടുന്നുണ്ടായിരുന്നു. മനസ്സിലായി? അത് നമുക്ക് കിട്ടിയിട്ടുള്ള സെക്സിന്ന് കിട്ടിയിട്ടുള്ള നല്ല അനുഭവത്തിൽ നിന്നല്ലേ അതുണ്ടാവും. ആയിക്കോട്ടെ. പക്ഷെ ഇത് ദുരന്തമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, അവൾ എനിക്കില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ, എനിക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നടക്കുന്നുമില്ല, ആഗ്രഹം ഇവിടെ ഉണ്ട് താനും, നടപ്പിലാക്കാൻ പറ്റുന്നുമില്ല, കഷ്ടപ്പാടുമാണ്. അല്ലേ? കഷ്ടപ്പെടാണ്ട് ജീവിക്കില്ല. എന്തോ? അല്ല, ഉറപ്പായിട്ടും ഇത് മാറ്റാൻ പറ്റുന്നില്ല. ഉറപ്പാണ് നടക്കത്തില്ല. ഇത്രയും സുന്ദരിയായിട്ടൊരു പെണ്ണിനെ എനിക്ക് കിട്ടത്തില്ല. അവസരം വരുമ്പോ ഉപയോഗിക്കുന്നു. പിന്നെയും കഷ്ടപ്പാട്. നടപ്പിലാകത്തില്ലെന്നറിയുകയും ചെയ്യാം. പക്ഷെ ഒഴിവാക്കാനായിട്ട് പറ്റുന്നുമില്ല. കഷ്ടകാലത്തിലായില്ല. ഇതിനൊക്കെ വലിയ ശാപം വേറെ വല്ലതും വേണം? നടപ്പിലാകുന്ന കാര്യങ്ങളോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നടപ്പിലാകുന്ന കാര്യമൊട്ട് ചെയ്യാനും പറ്റുന്നില്ല, ഇതൊട്ട് ഒഴിവാക്കാനും പറ്റുന്നില്ല. ഉത്തരത്തിലിരിക്കുന്നത് ദൃശ്യങ്കുല. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കഷ്ടത്തിലിരിക്കണ പോവുകയും ചെയ്തു. കഷ്ടകാലത്തിന് വേറെ ഒന്നും വേണ്ട. ഇന്നിപ്പോ സമാധാനത്തിൽ. ഞാൻ ഇപ്പോഴത്തെ കാര്യത്തെ പറ്റി, ഞാൻ പണ്ട് ഭയങ്കര വലിയ ഗേമനായിരുന്നല്ലേ, ഇപ്പൊ ഞാൻ ഗേമനാ. മനസ്സിലായേ? ഇപ്പൊ നടക്കുന്ന കാര്യത്തിലാ എന്റെ പ്രാപ്തി. മനസ്സിലായ? ഞാൻ ഇന്നലെ ഭയങ്കര വലിയ സംഭവമായിരുന്നു. നമ്മളിപ്പോ കഴിഞ്ഞ കാലത്തെ നമ്മള് ചെറുതായിട്ടും ഇപ്പോഴുള്ള സ്റ്റേജിൽ വലുതായിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു സംഭവമില്ല. വേണമല്ല, ഇപ്പോഴുള്ളതിനകത്തല്ലേ ഏറ്റവും വലിയ പ്രാപ്തി ഉണ്ടാകണ്ട. ഇപ്പോഴുള്ള കാര്യത്തില് പ്രസക്തി ഇല്ലെങ്കിൽ കഷ്ടകാലമല്ലേ.
നമ്മളൊരു പുരോഗതി ഉണ്ടായിട്ട് തന്നെ ചിന്തിക്കും. ഇപ്പൊ നമ്മുടെ പഴയ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴുള്ള ഒരു ഫോട്ടോ എടുത്താല് നമുക്ക് എപ്പോഴും തോന്നുന്നു ഇപ്പോഴുള്ള ഫോട്ടോ ആയിരിക്കും ബെറ്റർ എന്നുള്ളത്. ആയിരിക്കണമല്ല, എന്താ സംശയം? നമുക്ക് ഒരാളോട് നന്ദി പറയാൻ പാടില്ല. അല്ല, നന്ദി പറയണമെങ്കിൽ പറഞ്ഞു, നന്ദി പറയണമെന്ന് തോന്നിയാൽ പറഞ്ഞു. കാരണം നന്ദി പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നന്ദി പറയണം. ആയിക്കോട്ടെ, സഹായിക്കണമെന്ന് സഹായിച്ചോളൂ. എന്നിട്ട് വീണ്ടും സഹായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ സഹായം കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകും? ഒന്നും ചെയ്യണമെന്നല്ല. എന്താണ് ചെയ്യേണ്ടത് അത് എന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യണം. ഭയങ്കര രസമാണ്. ഭയങ്കര സിമ്പിൾ. ഇത് നമ്മൾ ആരും ഡിസൈൻ ചെയ്തതല്ല. നമ്മളെ ഡിസൈൻ ചെയ്യാനുള്ളൊരു ശക്തി നമ്മളിലുണ്ട്. നമ്മളൊന്ന് എടുത്തു നോക്കുക. ഒരു കിഡ്നിയുടെ പ്രവർത്തനത്തിന് കോട്ടം വന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള മെഷീന് കയറ്റി ഡയാലിസിസ് ചെയ്ത് പിന്നെ ഇത്ര ദിവസം മുമ്പ് പിന്നെയും കൊണ്ട് ഡയാലിസിസ് ചെയ്ത് എന്തു പാടാണ്. ഈ കിഡ്നി ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയല്ലേ. അത് പുനഃസ്ഥാപിക്കാൻ പറ്റണ്ടേ? എന്തുകൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഉപകരണത്തെ നശിപ്പിച്ചു? അതാരും തിരക്കുന്നില്ല. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ കിഡ്നിക്ക് കംപ്ലൈന്റ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? കിഡ്നിയുടെ ജോലി എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിലുള്ള മാലിന്യങ്ങളെ കളയുന്നു, അല്ല? അതല്ല കിഡ്നിയുടെ ജോലി. അത് കിഡ്നിക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? കിഡ്നിക്ക് ഓവർലോഡ് കൊടുക്കുന്നു. നമ്മൾ മാർക്കറ്റിലുള്ള ഏറ്റവും വലിയൊരു വിഷമായിട്ടുള്ള ഒരു പാനീയമാണ് പെപ്സി, കൊക്കോകോള. ഈ പറയുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം നമ്മുടെ കിഡ്നിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല. ഓവർലോഡാണ്, എക്സസ് ലോഡാണ്. എല്ലാ സാധനങ്ങളും പ്രിസർവേറ്റീവ്സ് ഇട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. പ്രിസർവേറ്റീവ്സ് എന്തിനാ? പ്രിസർവേറ്റീവ്സ് അത് ചീത്താകാതിരിക്കാൻ, അതിൽ മാറ്റം വരാതിരിക്കാൻ. അപ്പൊ നമ്മളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റം വരുമോ? കുഴപ്പം മനസ്സിലായ? നമുക്ക് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. എന്താണ് നമ്മുടെ നാച്ചുറൽ പ്രിസർവേറ്റീവ്സ്? എന്താണ്? അല്ല, നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് എന്താണ്? ഇവര് ഉറങ്ങിപ്പോയല്ലേ പറഞ്ഞു. നാച്ചുറൽ പ്രിസർവേറ്റീവ് എന്താണ്? നാച്ചുറൽ പ്രിസർവേറ്റീവ് ഉപ്പ് നമ്മുടെ ബോഡിയിലുള്ളതാണ്. മനസ്സിലായി? ഉപ്പ് നമ്മുടെ ബോഡിയിലുള്ളതാണ്. അത് നമുക്ക്